ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത വാല്യം 1 അധ്യായം 5 കന്യകാ മേരിയുടെ ജനനം 1944 ഓഗസ്റ്റ് 26. അന്ന തോട്ടത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു. അവളെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരു ബന്ധുവിൻ്റെ തോളിൽ അവൾ ചാരിയിട്ടുണ്ട്. ഗർഭം കുറേ മാസങ്ങളായെന്നുള്ളത് വ്യക്തമാണ്. അവൾ ക്ഷീണിതയായി കാണപ്പെടുന്നു. കഠിനമായ ചൂട് ആ ക്ഷീണത്തെ ഒട്ടും ശമിപ്പിക്കുന്നില്ല. ഇപ്പോഴത്തെ ഇവിടുത്തെ ചൂട് എന്നെ തളർത്തിക്കളയുന്നു. തോട്ടം തണൽ നൽകുന്നുണ്ടെങ്കിലും ആകെ ചൂട് പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നത് പോലെയാണ്. നല്ല മാർദ്ദവമുള്ള മാവ്, കുഴച്ച മാവ് മുറിക്കാവുന്നതുപോലെ മുറിക്കത്തക്ക വിധത്തിൽ അത്രയ്ക്ക് ഘനമാണ് വായുവിന്. ഒട്ടും കരുണയില്ലാത്ത നീലാകാശത്തിൽ നിന്ന് സൂര്യൻ്റെ രശ്മികൾ താഴേക്ക് വരുന്നു. കുറച്ച് പൊടിപടലമുള്ളതുകൊണ്ട് അന്തരീക്ഷം അല്പം മങ്ങിയിരിക്കുന്നു. വരൾച്ചയുടെ കാലാവസ്ഥ തുടങ്ങിയിട്ട് കുറേ കാലമായെന്ന് തോന്നുന്നു. കാരണം ജലസേചനമില്ലാത്ത സ്ഥലങ്ങളിൽ ഭൂമി അക്ഷരാർത്ഥത്തിൽ വളരെ നേർത്ത വെള്ളപ്പൊടിയായി തകർന്നിരിക്കുകയാണ്. തുറസായ സ്ഥലങ്ങളിൽ വെണ്മയോട് അല്പം റോസ് നിറം കലർന്നിട്ടുണ്ട്. എന്നാൽ വൃക്ഷങ്ങളുടെ കീഴെ മണ്ണിന് നനവുള്ള ഭാഗങ്ങളിൽ ഭൂമിക്ക് കടുത്ത തവിട്ട് നിറമാണുള്ളത്. അതുപോലെ തന്നെ പൂച്ചെടിത്തടങ്ങളിൽ ഭൂമിക്ക് നനവുണ്ട്. അവയിൽ സസ്യങ്ങൾ നിരനിരയായി വളരുന്നു. തോട്ടത്തെ രണ്ടായി തിരിക്കുന്ന മുന്തിരിപ്പന്തലിൻ്റെ മുൻപിലും വശങ്ങളിലും കൂടുതൽ പൂച്ചെടികളുണ്ട്. മുന്തിരിപ്പന്തൽ തോട്ടത്തിൻ്റെ അങ്ങേയറ്റം വരെ നീളമുള്ളതാണ്. അത് കഴിഞ്ഞ് വയലുകളെല്ലാം ഇപ്പോൾ ശൂന്യമായിരിക്കുന്നു. വിളവെടുപ്പ് കഴിഞ്ഞു. പുരയിടത്തിൻ്റെ അതിർത്തി കാണിക്കുന്ന പുല്ലെല്ലാം ഉണങ്ങി ലോലമായിരിക്കുന്നു. അതിർത്തിയിൽ ഹോത്തോൺ ചെടികൾ വെട്ടി വേലിയായി നിർത്തിയിട്ടുണ്ട്. അവ നിറയെ കായ്കൾ, ചുവപ്പ് മാണിക്യം പതിച്ചാലെന്ന പോലെ. ആ ഭാഗത്ത് പുല്ലിന് കൂടുതൽ പച്ചയുണ്ട്, കൂടുതൽ തിങ്ങി വളരുന്നുമുണ്ട്. അതിനപ്പുറത്ത് കുറേ ആടുകളും ചെറുപ്പക്കാരനായ ഒരിടയനും. അയാൾ ആടുകൾക്ക് മേച്ചിൽ സ്ഥലവും തണലും അന്വേഷിച്ച് നടക്കുന്നു. യോവാക്കീം മുന്തിരിച്ചെടികൾ നിരയായി നിൽക്കുന്നതിനിടയിലും ഒലിവ് മരങ്ങളുടെ ചുറ്റും പണിയുകയാണ്. അദ്ദേഹത്തെ സഹായിക്കുവാൻ 2 പണിക്കാരുമുണ്ട്. പ്രായമുള്ള മനുഷ്യനാണെങ്കിലും യോവാക്കീം വേഗതയിലും ഉത്സാഹത്തോടും കൂടെയാണ് പണി ചെയ്യുന്നത്. ഉണങ്ങിപ്പോകുന്ന ചെടികൾക്ക് വെള്ളം കിട്ടുന്നതിന് അവർ ഒരു പാടത്തിൻ്റെ അറ്റത്ത് ചാല് കീറുകയാണ്. വെള്ളം പുല്ലിനിടയിലൂടെയും വരണ്ട ഭൂമിയിലൂടെയും കിളുകിളാ ശബ്ദം വെച്ച് ഒഴുകുന്നു. വെള്ളത്തിൻ്റെ ഒഴുക്ക് ഒരു നിമിഷ നേരത്തേക്ക് മഞ്ഞ പളുങ്ക് പോലെ തോന്നിക്കുന്നു, വൃത്തങ്ങൾ ഉണ്ടാക്കുന്നു. അടുത്ത നിമിഷത്തിൽ വൃത്താകൃതിയിൽ നനഞ്ഞ മണ്ണ് മാത്രം അവശേഷിക്കുന്നു. നല്ല ഭാരം വഹിക്കുന്ന മുന്തിരിവള്ളികളുടെയും ഒലിവ് മരങ്ങളുടെയും ചുവട് ഇങ്ങനെ കാണപ്പെടുന്നു. പന്തലിനടിയിൽ മുന്തിരിച്ചാറ് കുടിക്കുവാൻ തേനീച്ചകൾ ഇരമ്പുന്നു. തണലുള്ള പന്തലിൻ്റെ അടിയിലൂടെ അന്ന യോവാക്കീമിൻ്റെ പക്കലേക്ക് സാവധാനം നീങ്ങുന്നു. യോവാക്കീം അവളെ കണ്ടയുടനെ അവളുടെ പക്കലേക്ക് വേഗത്തിൽ ചെല്ലുന്നു. ഇത്രയും ദൂരം നീ വന്നോ? വീട് അടുപ്പ് പോലെ ചൂടായിരിക്കുന്നു. അതുകൊണ്ട് പ്രയാസമാകുന്നു അല്ലേ? ഈ അവസാന മണിക്കൂറിലെ സഹനം ഗർഭിണിയായ ഒരു സ്ത്രീയുടെ സഹനമാണ്. പ്രകൃതിയാലെയുള്ള വേദന, എല്ലാവർക്കും ഉള്ള വേദന, മനുഷ്യനും മൃഗത്തിനും. അധികം വെയിൽ കൊള്ളാതെ യോവാക്കീം. ഇത്രയും കാലം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന വെള്ളം കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇപ്പോൾ കിട്ടുമെന്ന് തോന്നത്തക്ക വിധം അത്ര അടുത്തു എന്ന് നമ്മൾ വിചാരിച്ച വെള്ളം വന്നതേയില്ല. ഭൂമിയാകെ വരണ്ടിരിക്കുന്നു. ധാരാളം വെള്ളമുള്ള ഒരു ഉറവ നമുക്കുള്ളതിനാൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. ഞാൻ ചാലുകൾ തുറന്നു വച്ചിട്ടുണ്ട്. അത് ചെടികൾക്ക് വലിയ ആശ്വാസമായി. ഇലകൾ വാടിത്തുടങ്ങി, പൊടി കൊണ്ട് മൂടിയുമിരിക്കുന്നു. ഇപ്പോൾ അവ കരിഞ്ഞു പോകാതിരിക്കാൻ മാത്രം വെള്ളം കിട്ടുന്നുണ്ട്. മഴ ഒന്ന് പെയ്തിരുന്നെങ്കിൽ. എല്ലാ കൃഷിക്കാർക്കും ഉള്ളതുപോലെ ഉത്കണ്ഠയോടെ യോവാക്കീം ആകാശത്തേക്ക് നോക്കുന്നു. ക്ഷീണിതയായ അന്ന ഒരു വിശറി കൊണ്ട് വീശി തണുപ്പ് ലഭിക്കാൻ ശ്രമിക്കുന്നു. ആ വിശറി ഒരു തരം പനയുടെ ഉണങ്ങിയ ഇല കൊണ്ടുണ്ടാക്കിയതാണ്. പല നിറത്തിലുള്ള നൂലുകൾ പാകി അവ ഉറപ്പിച്ചിരിക്കുന്നു. അന്നയുടെ കൂട്ടുകാരി ഇടയ്ക്ക് കയറി പറയുന്നു, നോക്കിക്കേ, അവിടെ വലിയ ഹെർമോൻ മലയുടെ അപ്പുറത്ത് മേഘങ്ങൾ അതിവേഗം ഉയരുന്നു.
വടക്ക് നിന്നൊരു കാറ്റും. അത് ഒരുണർവേകും. ഒരു പക്ഷേ മഴ പെയ്തേക്കും. കാറ്റ് വീശാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. ചന്ദ്രൻ ഉദിച്ചു കഴിയുമ്പോൾ അത് നിലയ്ക്കുന്നു. ഇനിയും അത് തന്നെയായിരിക്കും സ്ഥിതി. യോവാക്കീം നിരുത്സാഹവാനായി പറയുന്നു. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഇവിടെയായിട്ടും ശ്വസിക്കാൻ പോലും പ്രയാസമാകുന്നു. എങ്ങനെയുമാകട്ടെ തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പതിവിലധികം വിളറി ഒലിവിൻ്റെ നിറമായിരിക്കുന്ന അന്ന പറയുന്നു. നിനക്ക് വേദന തുടങ്ങിയോ? എന്നാൽ ദേവാലയത്തിൽ വച്ച് ഈ കൃപാവരം ലഭിച്ചപ്പോൾ അനുഭവപ്പെട്ട ആ വലിയ സമാധാനം എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോഴും ഈ വലിയ സമാധാനം എനിക്ക് തോന്നി. അത് ഒരു പാരവശ്യം പോലെയാണ്. ശരീരത്തിൻ്റെ മാധുര്യമേറിയ ഒരു ഉറക്കം. അതേസമയം ശരീരത്തിൻ്റേതിനോട് താരതമ്യം ചെയ്യാൻ തന്നെ സാധിക്കാത്ത വിധം ഒരു സമാധാനത്തിൽ ആത്മാവ് ശാന്തമാകുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. യോവാക്കിമിനെ ഞാൻ സ്നേഹിച്ചു, ഇപ്പോഴും സ്നേഹിക്കുന്നു. ഞാൻ യോവാക്കിമിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ എന്നോട് തന്നെ ഞാൻ നീതിമാനായ ഒരു മനുഷ്യൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനം അനുഭവപ്പെട്ടു. പിന്നീട് ഓരോ പ്രാവശ്യവും നിന്റെ ആർദ്രമായ സ്നേഹം എനിക്ക് വേണ്ടതൊക്കെ തന്ന് പരിപാലിച്ചപ്പോഴും ആ സമാധാനം എനിക്ക് അനുഭവപ്പെട്ടു. എന്നാൽ ഈ സമാധാനം വ്യത്യാസമുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പിതാവായ യാക്കോബിൻ്റെ ആത്മാവിനെ അധീനപ്പെടുത്തിയതും ഇതുപോലൊരു സമാധാനമാണെന്നാണ്. ദേവദൂതന്മാരെ സ്വപ്നം കണ്ടുണർന്നപ്പോൾ അനുഭവപ്പെട്ട ഒഴുകിയിറങ്ങുന്ന എണ്ണ പോലെ സമാശ്വാസം നൽകുന്ന സമാധാനം. കൃത്യമായി പറഞ്ഞാൽ റാഫേൽ ദേവദൂതനെ കണ്ടു കഴിഞ്ഞപ്പോൾ തോബിയാസിനുണ്ടായ ആനന്ദം നിറഞ്ഞ സമാധാനം പോലെയാണ്. ഇതിലേക്ക് ഞാൻ ആഴ്ന്നിറങ്ങിയാൽ അത് കൂടുതൽ കൂടുതൽ ശക്തമാവുകയും ഞാനത് ആസ്വദിക്കുകയും ചെയ്യുന്നു. ആകാശത്തിൻ്റെ നീലവിതാനങ്ങളിലേക്ക് ഞാൻ ഉയരുന്നത് പോലെയാണത്. തന്നെയുമല്ല, ഇതിൻ്റെ കാരണം എനിക്കറിഞ്ഞുകൂടാ. പ്രശാന്തമായ ഈ ആനന്ദം അനുഭവപ്പെടാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തിൽ ഒരു ഗാനവും പൊന്തി വരുന്നുണ്ട്. വൃദ്ധനായ തോബിയാസിൻ്റെ ഗാനം. എനിക്ക് തോന്നുന്നത് ഈ സമയത്തേക്ക് വേണ്ടിയാണ് അത് എഴുതപ്പെട്ടതെന്നാണ്. ഈ സന്തോഷത്തിനു വേണ്ടി, ഇത് സ്വീകരിക്കുന്ന ഇസ്രായേൽ പ്രദേശത്തിനു വേണ്ടി. പാപിനിയായിരുന്നെങ്കിലും ഇപ്പോൾ പാപപ്പുറത്ത് ലഭിച്ചിരിക്കുന്ന ജെറുസലേമിനു വേണ്ടി. ഒരമ്മയുടെ ഉന്മത്തത കണ്ട് പരിഹസിച്ച് ചിരിക്കരുതേ. ദൈവത്തിന് നന്ദി പറയുക. നിന്റെ സമ്പത്തിനെക്കുറിച്ച് നന്ദി പറയുക. യുഗങ്ങളുടെ ദൈവത്തെ പുകഴ്ത്തുക. തൻ്റെ കൂടാരം വീണ്ടും അവൻ നിന്നിൽ പണിയട്ടെ എന്ന് ഞാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ കൂടാരം ജെറുസലേമിൽ വീണ്ടും പണിയാൻ പോകുന്നത് ജനിക്കാറായിരിക്കുന്ന ഈ ശിശുവാണെന്നാകുന്നു. എൻ്റെ ഈ കുഞ്ഞിനെക്കുറിച്ച് തന്നെയാണ്, വിശുദ്ധ നഗരത്തെക്കുറിച്ചല്ല താഴെ പറയുന്ന പ്രവചനമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഗാനത്തിൽ പറയുന്നു, വലിയ പ്രഭയോടെ നീ പ്രകാശിക്കും. ലോകത്തിലെ സകല ജനങ്ങളും നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കും. രാജ്യങ്ങൾ നിനക്ക് കാഴ്ചകൾ കൊണ്ടുവരും. അവർ നിന്നിൽ കർത്താവിനെ ആരാധിക്കും. നിന്റെ നാട് പരിശുദ്ധമായി അവർ കരുതും. കാരണം നിന്റെ ഉള്ളിൽ മഹത്വമേറിയ നാമം വിളിച്ച് അവർ അപേക്ഷിക്കും. നിന്റെ മക്കൾ നിമിത്തം നീ സന്തോഷിക്കും. കാരണം അവരെല്ലാം അനുഗ്രഹീതരാകും. അവരെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടും. നിന്നെ സ്നേഹിക്കുകയും നിന്റെ സമാധാനത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരാകുന്നു. ഞാനാണ് ആദ്യം സന്തോഷിക്കുന്നത്, അവളുടെ അനുഗ്രഹീതയായ അമ്മ. ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അന്നയുടെ ശോഭ വർദ്ധിക്കുന്നു. അവൾ പ്രകാശിതയാകുന്നു. ചന്ദ്രൻ്റെ മഞ്ഞ വെളിച്ചം വലിയ ഒരഗ്നികുണ്ഡത്തിലേക്ക് പോകുകയും വരികയും ചെയ്താൽ എങ്ങനെയോ അതുപോലെയായിരുന്നു ആ പ്രകാശം. അവൾ അറിയാതെ തന്നെ ആനന്ദബാഷ്പം അവളുടെ കവിൾത്തടങ്ങളിലൂടെ ഒഴുകി വീഴുന്നു. അവൾ പുഞ്ചിരിക്കുന്നു. ഇതേസമയം അവൾ ഭർത്താവിൻ്റെയും സഖിയുടെയും നടുവിലായി വീട്ടിലേക്ക് നടന്നെടുക്കുന്നു. കൂടെയുള്ളവർ രണ്ടുപേരും തരളിത ഹൃദയരായി ശ്രദ്ധിക്കുന്നു. എന്നാൽ അവർ മൗനമായിരിക്കുന്നു. കാറ്റിൻ്റെ ശക്തി കൂടി വരുന്നു. ആകാശം മേഘാവൃതമായി. ആകെ ഇരുണ്ടു.
ഒരു വലിയ കൊടുങ്കാറ്റിന്റെ ലക്ഷണം കണ്ട് അവർ വേഗം നടക്കുന്നു. വീടിന്റെ വാതിൽക്കൽ അവൾ എത്തിയപ്പോൾ ആദ്യത്തെ ഒരു ചെമന്ന മിന്നൽ, പുറകെ ഇടിമുഴക്കത്തിന്റെ ശബ്ദവും, ഒരു വലിയ ചെണ്ടയിൽ അതിവേഗത്തിൽ അടിക്കുന്നത് പോലെ, ഒപ്പം മഴത്തുള്ളികൾ ഉണങ്ങി വരണ്ട ഇലകളിൽ തുരുതരെ പതിക്കുന്ന ശബ്ദവും. അവർ അകത്തു കടന്നു. അന്ന സ്വന്തം മുറിയിലേക്ക് പോയി. യോവാക്കീം വാതിൽക്കൽ നിന്നുകൊണ്ട് ജോലിക്കാരോട് സംസാരിക്കുന്നു. സംഭാഷണം ഉണങ്ങി വരണ്ട ഭൂമിയിലേക്ക് പതിക്കുന്ന വെള്ളത്തെക്കുറിച്ചാണ്. എത്ര വലിയ അനുഗ്രഹം! എന്നാൽ അവരുടെ സന്തോഷം ഭയമായി മാറുന്നു. കാരണം അതിഭയങ്കരമായ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകാൻ പോകുന്നു. മിന്നലും ആലിപ്പഴ വർഷം പെയ്തേക്കാവുന്ന മേഘങ്ങളും കൂടി വരുന്നു. മേഘം പൊട്ടുകയാണെങ്കിൽ മുന്തിരിയും ഒലിവും എല്ലാം തിരികല്ലിൽ വച്ച് അരച്ചാലെന്ന പോലെ നശിപ്പിക്കപ്പെടും. എന്തൊരു കഷ്ടം എനിക്ക്! യോവാക്കീമിന് പ്രസവ സമയം അടുത്തിരിക്കുന്ന ഭാര്യയെക്കുറിച്ചുള്ള ഉത്കണ്ഠ. അന്നയ്ക്ക് വേദനയൊന്നുമില്ലെന്ന് പറഞ്ഞ് കൂട്ടുകാരിയായ ബന്ധു അദ്ദേഹത്തെ സമാധാനപ്പെടുത്തുന്നു. എന്നാലും യോവാക്കീമിന് വിഷമം തന്നെ. സ്ത്രീകൾ പലരും, അൽഫേയൂസിന്റെ അമ്മയും അവിടെ വന്നിട്ടുണ്ട്. ചിലർ ബേസിനിൽ ചൂടുവെള്ളം കൊണ്ടുപോകുന്നു. അടുപ്പിലെ തീക്കൽ പിടിച്ച് ഉണക്കിയ തുണികളുമായി കയറുന്നു. ചിലർ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവരോട് യോവാക്കീം വിവരം അന്വേഷിക്കുന്നു. അവരുടെ വാക്കുകളൊന്നും അദ്ദേഹത്തിന് സമാധാനം നൽകുന്നില്ല. അതുപോലെ അന്ന കരയാതിരിക്കുന്നതും അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു പുരുഷനാണ്. ഒരു ശിശു ജനിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ വേദനയില്ലാതെ വരുന്നത് അപകടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആകെ ഇരുണ്ടിരിക്കുന്നു. സന്ധ്യയ്ക്ക് മുമ്പ് ഒരു വലിയ പ്രകൃതിക്ഷോഭവും ഉണ്ടാകുന്നു. കൊടുങ്കാറ്റും പേമാരിയും ഇടിയും മിന്നലും എല്ലാം. ആലിപ്പഴം വീണില്ല, അത് വേറെ എവിടെയോ പോയി വീണു. കൊടുങ്കാറ്റിന്റെ ശൗര്യം കണ്ടിട്ട് ജോലിക്കാരിൽ ഒരാൾ പറയുന്നു, ഇത് കണ്ടിട്ട് സാത്താൻ അവന്റെ കിങ്കരന്മാരുമായി നരകത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്നത് പോലെ തോന്നുന്നു. ആ കറുത്ത മേഘങ്ങൾ കണ്ടോ? അന്തരീക്ഷത്തിൽ ഗന്ധകം മണക്കുന്നുണ്ട്. ചീറ്റലും മുരളിലും പ്രാകലും വിലാപവും എല്ലാം കേൾക്കുന്നുമുണ്ട്. അവൻ തനിയെയാണെങ്കിലും കോപവെറി പൂണ്ടിരിക്കുകയാണ്. മറ്റേ ജോലിക്കാരൻ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പറയുന്നു, ഒരു വലിയ ഇര അവന്റെ പിടിവിട്ടു പോയി കാണും. അല്ലെങ്കിൽ മിഖായേൽ ദൈവത്തിൽ നിന്നുള്ള ഇടിമിന്നൽ കൊണ്ട് അവനെ അടിച്ചു വീഴ്ത്തി കാണും. എന്നിട്ട് അവന്റെ കൊമ്പും വാലും മുറിച്ചു കത്തിച്ചു കാണും. ഒരു സ്ത്രീ കടന്നു പോകുന്നു. ഒരു പാത്രവുമായി അപ്രത്യക്ഷയാകുന്ന അവൾ വിളിച്ചു പറയുന്നു, യോവാക്കീം, കുഞ്ഞു വരുന്നുണ്ട്, വേഗത്തിലും നന്നായിട്ടും തന്നെ. പ്രകൃതിക്ഷോഭമെല്ലാം പെട്ടെന്ന് നിലയ്ക്കുന്നു. അതിന് തൊട്ടു മുമ്പ് ഒരു വലിയ ഇടി. അതിന്റെ ആഘാതത്തിൽ പുരുഷന്മാർ 3 പേരും ഭിത്തിയിൽ ചെന്നടിക്കുന്നു. വീടിന്റെ മുൻപിൽ തോട്ടത്തിനകത്ത് കറുത്തു പുകഞ്ഞ ഒരു വലിയ വിള്ളൽ ആ ഇടിയെ അനുസ്മരിപ്പിക്കുന്നു. ഈ സമയം അന്നയുടെ മുറിയിൽ അപ്പുറത്ത് നിന്ന് ഒരു കരച്ചിൽ കേൾക്കാം, ഒരു മണിപ്രാവിന്റെ കൂജനം പോലെ. അതേസമയം ഒരു വലിയ മഴവില്ല് ആകാശത്തിൽ വിലങ്ങനെ അർത്ഥവൃത്താകൃതിയിൽ വിരിഞ്ഞു നിൽക്കുന്നു. ഹെർമോൻ മല സൂര്യനെ തൊട്ടാണ് നിൽക്കുന്നത്. മലയുടെ മുകളിൽ നിന്ന് അത് ഉയരുന്നതായി തോന്നുന്നു. മലയ്ക്കും ഇളം ചുവപ്പായ വെൺകല്ല് പോലെ ശോഭയുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ നല്ല തെളിവുള്ള ആകാശം, എല്ലാ മാലിന്യങ്ങളും നീങ്ങി ശുദ്ധീകരിക്കപ്പെട്ട അന്തരീക്ഷത്തിൽ മഴവില്ല് ഉയർന്ന് ഗലീലിയ കുന്നുകളും സമതലവും കടന്ന് അതിൻ്റെ മറ്റേ അറ്റം അങ്ങു ദൂരെയുള്ള ചക്രവാളത്തിൽ തങ്ങി നിൽക്കുന്നത് പോലെ ഒരു വലിയ പർവ്വതനിരയുടെ പിന്നിൽ മറഞ്ഞു പോകുന്നു. ഇതുപോലെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. നോക്കിക്കേ, നോക്കിക്കേ, അത് ഇസ്രായേലിനെ മുഴുവൻ ഒരു വലിയ വൃത്തത്തിനുള്ളിൽ ആക്കിയ പോലെയുണ്ട്. നോക്കൂ, സൂര്യൻ അസ്തമിച്ചിട്ടില്ലെങ്കിലും നേരത്തെ തന്നെ ആകാശത്തിൽ ഒരു നക്ഷത്രം. എന്തൊരു നക്ഷത്രം! ഒരു വലിയ വജ്രം പോലെ അത് പ്രകാശിക്കുന്നു. ചന്ദ്രനെയും നോക്കൂ, പൂർണ്ണചന്ദ്രൻ. 3 ദിവസം മുൻപ് തന്നെ പൂർണ്ണചന്ദ്രൻ. നോക്കൂ, എന്തൊരു ഭംഗിയുള്ള പ്രകാശം! സ്ത്രീകൾ സന്തോഷത്തോടെ നല്ല ശരീരപുഷ്ടിയുള്ള ഒരു ശിശുവിനെ തുണികളിൽ പൊതിഞ്ഞുകൊണ്ടുവരുന്നു. അത് മേരിയാണ്, നമ്മുടെ അമ്മ മേരി, വളരെ ചെറിയ മേരി, ഒരു ബാലികയുടെ കൈകളിൽ ഉറങ്ങുവാൻ കഴിയുന്ന മേരി. കൂടിയാൽ ഒരു കൈത്തണ്ടിൻ്റെ നീളമുണ്ടായിരിക്കും. ഇളം റോസ് കലർന്ന ദന്തവർണ്ണമുള്ള ശിരസ്,
അവളുടെ ചുവപ്പായ ഇളം ചുണ്ടുകൾ കരയുന്നില്ല, പ്രകൃതിയാ ഉള്ള നുണച്ചിലിൽ വ്യാപൃതമായിരിക്കുന്നു. എങ്ങനെ പാൽ കുടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു പോകത്തക്ക വിധം അവളുടെ വായ് അത്ര ചെറുതാണ്. നല്ല വൃത്താകൃതിയിലുള്ള മനോഹരമായ കവിൾത്തടങ്ങൾ, അവയ്ക്കിടയിൽ സുന്ദരമായ നാസിക. അവർ ഇക്കിളിയിട്ട് കണ്ണു തുറപ്പിക്കുന്നു. ആകാശത്തിൻ്റെ ഓരോ കഷണങ്ങൾ, നിർമ്മലമായ 2 നീലപ്പൊട്ടുകൾ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും കാണുന്നില്ല. മനോഹരമായ കൺപീലികൾ, നല്ലപോലെ ഉരുണ്ട തലയിൽ ഇളം ചുവപ്പ് കലർന്ന സ്വർണ്ണ നിറത്തിലുള്ള മുടി, ചില ഇനം തേനിൻ്റെ നിറം. അവളുടെ ചെവികൾ 2 ചിപ്പികൾ പോലെ, പ്രകാശം കടന്നു വരുന്ന ഭംഗിയേറിയ ചിപ്പികൾ. അവളുടെ കൈകളോ മുകളിലേക്ക് നീട്ടി ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആ 2 കൈകളും അവസാനം വായിൽ ചെന്ന് പറ്റുന്നു. ചുരുട്ടി വച്ചിരിക്കുന്ന കൈകൾ പച്ചക്കവചം ഭേദിച്ച് മെല്ലെ വിടരുന്ന റോസമൊട്ടുകൾ പോലെയുണ്ട്. കൈകൾ തുറക്കുമ്പോൾ ഇപ്പോൾ അവ തുറന്നിരിക്കുന്നു. ദന്തനിർമ്മിതമായ ആഭരണങ്ങൾ പോലെയിരിക്കുന്നു അവളുടെ ചുവപ്പാർന്ന നഖങ്ങൾ ഒരുതരം മാണിക്യക്കല്ലുകൾ പോലെ. ഈ കുഞ്ഞു കരങ്ങൾ എങ്ങനെ ധാരിധാരിയായി ഒഴുകാനിരിക്കുന്ന കണ്ണുനീർ തുടച്ചു മാറ്റും. അവളുടെ കുഞ്ഞു പാദങ്ങൾ ഇപ്പോൾ തുണിക്കെട്ടിനകത്ത് ചവിട്ടും തൊഴിയുമാണ്. ഇപ്പോൾ അവരുടെ ബന്ധുവായ സ്ത്രീ ഇരുന്ന് കുഞ്ഞിൻ്റെ തുണികൾ അഴിച്ചു മാറ്റുകയാണ്. ഓ, ആ ചെറിയ പാദങ്ങൾ 4 സെൻറ്റിമീറ്റർ നീളം കാണും. കാലിൻ്റെ ഉപ്പൂറ്റി പവിഴച്ചിപ്പി പോലെ. പാദത്തിൻ്റെ മുകൾ ഭാഗം മഞ്ഞിൻ്റെ വെണ്മയിൽ നീലിമയാർന്ന ധമനികളോടുകൂടെ. അവളുടെ കാൽവിരലുകൾ ശില്പകലാ വൈദഗ്ധ്യത്തിൻ്റെ നേട്ടങ്ങൾ. അവയുടെ അഗ്രം ഇളം ചുവപ്പാർന്ന മാണിക്യപ്പൊട്ടുകൾ പോലെ. ഈ ചെറിയ പാദങ്ങൾക്ക് ചേരുന്ന ചെരുപ്പ് എവിടെ കിട്ടും? ഈ ചെറുപാദങ്ങൾ ഇത്ര ദൂരം എങ്ങനെ സഞ്ചരിക്കും? കുരിശിൻ്റെ കീഴെ ഇത്ര ഭാരമേറിയ വേദന എങ്ങനെ താങ്ങും? എന്നാൽ ഇപ്പോൾ അതൊന്നും അറിയുന്നില്ല. നോക്കി നിൽക്കുന്നവർ അവളുടെ ചവിട്ട് കണ്ടു ചിരിക്കുന്നു. വടിവൊത്ത കാലുകൾ, ചെറുതെങ്കിലും മാംസളമായ തുടകൾ, വളയങ്ങളും ചുഴിയുമുള്ള തുടകൾ, ഒരു ചെറിയ കപ്പ് കമിഴ്ത്തി വെച്ചതുപോലെയുള്ള ഉദരം, ഒരു കുറ്റവും ഇല്ലാത്ത എല്ലാം തികഞ്ഞ നെഞ്ച്, സിൽക്ക് പോലെ മൃദുലമായ മാറിടത്തിലെ ത്വക്കിനു കീഴെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിൻ്റെ ചലനം കാണാം. അവളുടെ പിതാവ് ഇപ്പോൾ ചെയ്യുന്നത് പോലെ ചുംബനത്തിനായി അധരങ്ങൾ അങ്ങോട്ടടുപ്പിക്കുകയാണെങ്കിൽ അവളുടെ കുഞ്ഞു ചങ്കിൻ്റെ അടിപ്പ് കേൾക്കാം. ലോകം അറിയുന്ന ഏറ്റവും മനോഹരമായ കുഞ്ഞു ചങ്ക് ഇതാണ്. ജന്മപാപരഹിതമായ അമലമായ ഏക മനുഷ്യഹൃദയം. അവളുടെ പുറം അവർ ഇപ്പോൾ അവളെ കമിഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. വൃക്കകളുടെ വളവ് അവർക്ക് കാണാം. മാംസളമായ തോളുകൾ, റോസ് നിറത്തിലുള്ള പുറം കഴുത്ത്, പിടലിക്ക് നല്ല ബലം. കാരണം അവൾ തല ഉയർത്തി നോക്കുന്നു. കഴുത്തിലെ കശേരുക്കൾ തീരെ ചെറുതാണെങ്കിലും തലയുടെ ഭാരം താങ്ങുന്നു. തല ഒരു ചെറിയ പക്ഷിയുടെ തല പോലെ. ഒരു പുതിയ ലോകത്തെ കൗതുകത്തോടെ വീക്ഷിക്കുന്നത് പോലെ അവൾ തലയുയർത്തി നോക്കുന്നു. പരിശുദ്ധയും നിർമ്മലയുമായ അവൾ ഇത്രയും പേർ അവളെ നോക്കുന്നതിനെതിരെ അല്പം കരഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്നു. അവൾ പരിപൂർണ കന്യകയായ അവൾ, പരിശുദ്ധയും അമലയും ആയ അവൾ, ഒരു മനുഷ്യനും ഇനി ഒരിക്കലും നഗ്നയായി കാണുകയില്ലാത്ത അവൾ പ്രതിഷേധിക്കുന്നു. പൊതിയൂ, അവളെ പൊതിയൂ. ഈ ലില്ലിമുട്ടിനെ, ഈ ഭൂമിയിൽ ഒരിക്കലും വിടരാത്ത ഈ ലില്ലിമുട്ടിനെ, മൊട്ടായിരുന്നു കൊണ്ട് തന്നെ അവളേക്കാൾ മനോഹരമായ പുഷ്പത്തെ വഹിക്കുന്ന അവളെ ചൂടിക്കൊള്ളൂ. ത്രിത്വൈകനാഥൻ്റെ ലില്ലിയായ അവൾ സ്വർഗത്തിൽ വച്ച് മാത്രമേ അവളുടെ എല്ലാ ദളങ്ങളും വിരിയിക്കുകയുള്ളൂ. കാരണം അവിടെ മനസ്സറിയാതെ പോലും തൻ്റെ കറയില്ലായ്മയെ കളങ്കപ്പെടുത്തുന്ന യാതൊന്നും ഉണ്ടായിരിക്കുകയില്ല. അവിടെ സ്വർഗീയ സമൂഹം മുഴുവൻ്റെയും സാന്നിധ്യത്തിൽ ത്രിത്വൈക ദൈവത്തെ സ്വീകരിക്കേണ്ടതുണ്ട്. ഏതാനും വർഷങ്ങൾക്കകം കറയില്ലാത്ത ഒരു ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ത്രിയേക ദൈവം അവളിലുണ്ടായിരിക്കും. പിതാവ്, പുത്രൻ, മണവാളൻ. ഇതാ അവൾ വീണ്ടും ഇവിടെ, തുണികളിൽ പൊതിഞ്ഞ്, അവളുടെ ഭൗമിക പിതാവിൻ്റെ കരങ്ങളിൽ. ആ പിതാവിനെ പോലെ ഇരിക്കുന്ന അവൾ
ഇപ്പോഴല്ല, ഇപ്പോൾ അവൾ കേവലം ചെറിയ ഒരു കുഞ്ഞ്. ഞാൻ ഉദ്ദേശിക്കുന്നത് അവൾ വളർന്ന് ഒരു സ്ത്രീയായി കഴിയുമ്പോൾ അവൾ അപ്പനെ പോലെയാണ്. അമ്മയുടെ ഒന്നും അവളിലില്ല. അപ്പൻ്റെ കണ്ണും നിറവും മുടിയും എല്ലാം. അദ്ദേഹത്തിൻ്റെ മുടി ഇപ്പോൾ വെളുത്താണുള്ളത്. എന്നാൽ ചെറുപ്പത്തിൽ അതിന് നല്ല നിറമായിരുന്നെന്ന് പുരികം കണ്ടാൽ അറിയാം. അവൾക്ക് അപ്പൻ്റെ മുഖഛായയാണ്. എന്നാൽ സ്ത്രീക്ക് ചേരുന്ന വിധത്തിൽ പരിപൂർണവും പ്രശാന്തവുമാണ്. അപ്പൻ്റെ പുഞ്ചിരിയും നോട്ടവും നടത്തവും പൊക്കം പോലും. ഈശോയെ ഞാൻ കാണുന്നതനുസരിച്ച് നോക്കിയാൽ അന്ന അവളുടെ പൊക്കവും ദന്തവർണ്ണവും കൊടുത്തിരിക്കുന്നത് പൗത്രനാണെന്ന് തോന്നുന്നു. മേരിക്ക് അവളുടെ അമ്മയുടെ ഗാംഭീര്യമില്ല. ഉയരമുണ്ട്, എന്നാൽ ആ ഗാംഭീര്യമില്ല. അവൾക്ക് അപ്പൻ്റെ കരുണയാണുള്ളത്. സ്ത്രീകളും ആ പ്രകൃതിക്ഷോഭത്തെക്കുറിച്ചും ചന്ദ്രൻ്റെ പതിവില്ലാത്ത പ്രകാശത്തെക്കുറിച്ചും നക്ഷത്രത്തിൻ്റെ ഉദയത്തെക്കുറിച്ചും മഴവില്ല് പ്രത്യക്ഷമായതിനെക്കുറിച്ചും എല്ലാം സംസാരിക്കുന്നു. യോവാക്കിമിൻ്റെ കൂടെ അവരും അന്നയുടെ മുറിയിൽ പ്രവേശിച്ച് കുഞ്ഞിനെ അവൾക്ക് കൊടുക്കുന്നു. അന്ന അവളുടെ മനസ്സിൽ കടന്നു വന്ന ഒരു വിചാരത്താൽ പുഞ്ചിരി തൂകുന്നു. അവൾ പറയുന്നു, അവൾ നക്ഷത്രമാണ്. അവളുടെ അടയാളം സ്വർഗത്തിലാണ്. സമാധാനത്തിൻ്റെ വില്ലാണ് മേരി. എൻ്റെ നക്ഷത്രമാണ് മേരി. നിർമ്മലയായ ചന്ദ്രികയാണ് മേരി. എൻ്റെ മുത്താണ് മേരി. നീ അവളെ മേരി എന്നാണോ വിളിക്കുന്നത്? അതെ, മേരി, നക്ഷത്രം, മുത്ത്, പ്രകാശം, സമാധാനം. പക്ഷേ അതിന് കയ്പ് എന്നും അർത്ഥമുണ്ട്. അവൾക്ക് ദൗർഭാഗ്യം വരുമെന്ന് നീ ഭയപ്പെടുന്നില്ലേ? ദൈവം അവളോട് കൂടെയുണ്ട്. അവൾ ഉത്ഭവിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തേതായിരുന്നു. അവൻ്റെ വഴികളിലൂടെ അവൻ അവളെ നടത്തും. എല്ലാ കയ്പും സ്വർഗീയ മധുവായി പരിണമിക്കും. ഇപ്പോൾ നീ അമ്മയുടേതായിരിക്കുക. പൂർണ്ണമായി ദൈവത്തിൻ്റേതാകുന്നതിന് മുമ്പ് സ്വല്പസമയം കൂടെ. ദർശനം അവസാനിക്കുന്നു. അന്ന അമ്മയായ ശേഷം ആദ്യമായി ഉറങ്ങുന്നു. മേരി ശിശുവായി ജനിച്ച ശേഷമുള്ള ആദ്യ ഉറക്കവും